ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ മൽഹാറിലെ 8ാമത്തെ ചാപ്റ്ററായ സത്രിയ ഓർ ബിഹു നൃത്യ ആണ്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഓദറിനെ കുറിച്ച് വായിക്കാം. लेखिका से परिचय. जया मेहता एक नृत्यांगना है, लेखिका है, शिक्षिका है और आप जैसे बच्चों की मित्र भी है. जया मेहता നമ്മളുടെ ഓദർ एक നൃത്യാംഗന है, ഒരു ഡാൻസറാണ്, ഒരു ഓദറാണ്, ഒരു റൈറ്ററാണ്, ഒരു ടീച്ചറാണ്, അതുപോലെ തന്നെ നിങ്ങളെപ്പോലത്തെ കുട്ടികളുടെ ഫ്രണ്ടുമാണ്, മിത്രവുമാണ്. इसीलिए तो वे इतनी सरलता से आपके लिए भारतीय नृत्यों की सुंदरता और बारीकियों को शब्दों में पिरो लेती है. നമ്മളുടെ ഓദറിന് ഭാരതീയ നൃത്യത്തിൻ്റെ സൗന്ദര്യവും ബാരീക്കിയ എന്ന് പറഞ്ഞാൽ ഫൈൻ ഡീറ്റെയിൽസ്, ഇൻട്രിക്കേറ്റ് ഡീറ്റെയിൽസ്, ഓരോ കാര്യത്തിനെ അതിനെ വളരെ സുന്ദരമാക്കുന്ന ചില കുഞ്ഞ് ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഭാരതീയ നൃത്യം നമ്മൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസേഴ്സിനെ സുന്ദരമാക്കുന്ന ചില ഡീറ്റെയിൽസ്, അതിനെ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മളുടെ ഓദറിന് സാധിച്ചു. ഇൻകാ ജനം 1977 में हुआ. നമ്മുടെ ഓദർ 1977 ജനിച്ചത്. ये पाठ उनकी भारतीय नृत्यों से जुड़ी एक पुस्तक नृत्य कथा से लिया गया है, जिसका हिंदी अनुवाद शिवेंद्र कुमार सिंह ने और चित्रांकन സുറുബ നത്താലിയാനെ കിയാ ഹെ. നമ്മളുടെ ഓദർ, നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന പാഠം, ഓദർ ഇതിനു മുമ്പ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, നൃത്യകഥ. ആ പുസ്തകത്തിൽ നിന്ന് എടുത്തൊരു ഭാഗമാണിത്. ഈ ബുക്ക് ഹിന്ദിയിലേക്ക് അനുവാദം ട്രാൻസ്ലേറ്റ് ചെയ്തത്, ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ശിവേന്ദ്ര കുമാർ സിംഗ് ആണ്. അതുപോലെ ചിത്രാങ്കൻ, ഇലസ്ട്രേഷൻ, അതിൻ്റെ ഫോട്ടോസും ചിത്രമൊക്കെ വരച്ചത് സുറുബ നത്താലിയ ആണ്. जया मेहता स्वयं भी ओडिसी नृत्य में पारंगत है और कई वर्षों से देश विदेश में नृत्य प्रस्तुतियाँ दे रही है. ജയ മേത്ത നമ്മളുടെ ഓദർ സ്വയം ഒറീസയിലെ ഒഡീസി നൃത്യമേ പാരംഗത് എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടാണ്. അതുപോലെ ഓദർ ദേശ് വിദേശ് നമ്മുടെ രാജ്യത്തും വേറെ പല രാജ്യങ്ങളിലുമായിട്ട് ഡാൻസ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. സത്രിയ ഓർ ബിഹു നൃത്യ. ഭാരത് एक विशाल देश है. നമ്മുടെ ഭാരതം ഒരു വിശാലമായ രാജ്യമാണ്, ഒരു ഗ്രേറ്റ് നേഷനാണ്. इसकी रंग बिरंगी, सुंदर, प्राचीन और जीवन से भरी संस्कृति पूरी दुनिया में अनोखी है. നമ്മുടെ ഭാരതത്തിൻ്റെ രംഗ് ബിരങ്കി എന്ന് വെച്ചാൽ ഒത്തിരി നിറങ്ങളുള്ള, കളർഫുള്ളായിട്ടുള്ള, സുന്ദരമായ, പ്രാചീന, ഹിസ്റ്റോറിക്കായ, ഓർ ജീവൻ സെ ഭരി, ജീവൻ തുളുമ്പുന്ന, ലൈവ്ലി ആയിട്ടുള്ള സംസ്കൃതി, കൾച്ചർ, പൂരി ദുനിയാമേ അനോഖി ഹെ. ഈ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല. അനോഖി എന്ന് വെച്ചാൽ യുണീക്കാണ്. भारत के प्रत्येक स्थान का नृत्य, संगीत, कला, खान पान, भाषा, पहनावा, रहन सहन के तरीके, सब कुछ इतना मोहक है कि पूरी दुनिया से लोग भारत की ओर खींचे चले आते हैं. ഭാരതത്തിലെ ഓരോ പ്രത്യേക സ്ഥലത്തും, ഓരോ സ്ഥലങ്ങളിലുള്ള ആ സ്ഥലവുമായി കണക്റ്റഡ് ആയിട്ടുള്ള അവിടുത്തെ ഡാൻസ്, സംഗീതം, കല, ഖാൻപാൻ, ഫുഡിൻ്റെ രീതികളൊക്കെ, ഭാഷ, പെഹനാവ, അവിടെ ഉടുക്കുന്ന ഡ്രസ്സിൻ്റെ രീതി, രഹൻ സഹൻ, ജീവിക്കുന്ന ശൈലി, ജീവിത രീതിയൊക്കെ, സബ് കുച്ച് ഇത്നാ മോഹക, എല്ലാം കാണാൻ വളരെ നല്ല ഭംഗിയാണ്. ഈ പൂരി ദുനിയ, ഫുൾ ബാക്കി വേൾഡ് മൊത്തം, പൂരി ദുനിയാക്കെ ലോകം, ബാക്കി നമ്മുടെ ഭാരതത്തിന് പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഭാരതം കാണാൻ വേണ്ടി, നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഈ ഡൈവേഴ്സിറ്റി ആകർഷിതമായിട്ട് അവരെ ഇങ്ങനെ ഇന്ത്യ ഇങ്ങോട്ട് വലിക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ട് വരാനെന്താ ഒത്തിരി ആൾക്കാർക്ക് ആഗ്രഹമാണ്. നമ്മുടെ ഈ ഡൈവേഴ്സിറ്റി, നല്ല കളർഫുള്ളായിട്ടുള്ള കൾച്ചർ ഇവരെയൊക്കെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരികയാണ്. इस पार्ट में भी एक परिवार एक दूसरे देश से भारत में आया है. ഈ പാഠത്തിലും ഒരു പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം, ഒരു ഫാമിലി ദൂസരെ ദേശത്തെ, വേറൊരു രാജ്യത്ത് നിന്ന് നമ്മളുടെ ഭാരതത്തിലോട്ട് വരികയാണ്. ആയേ പഠിത്തെ ഹെ കി വേ കോൺ ഹെ, ഭാരത് മേ കഹാ ആയേ ഓർ ക്യോ ആയേ. നമുക്ക് വായിക്കാം അവരാരാണ്, അവരെന്തിനാണ്, ഭാരതത്തിൽ എവിടെയാണ് വന്നത്,
അവരെന്തിനാണ് വന്നത് നമുക്ക് വായിച്ചറിയാം. ഏഞ്ചല ലണ്ടൻ കെ ജാനെ മാനെ ഇലാക്കെ കെൻസിങ്ടൺ മേ രഹത്തി ഹെ. ഏഞ്ചല ലണ്ടനിലെ ജാനെമാൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമായ ഏരിയയായ കെൻസിങ്ടണിലാണ് ജീവിക്കുന്നത്, താമസിക്കുന്നത്. ഉസ്കാ സ്കൂൾ ഘർ സെ ദൂർ നഹീ താ. അവളുടെ സ്കൂള് വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. ഉസ്കാ കോയി സഗ ഭായി ബഹൻ ബി നഹീ താ. അവൾക്ക് സ്വന്തമായിട്ട് ചേട്ടനോ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒന്നും ഇല്ല അവൾക്ക്. उसे जेम्स और कीरा नाम के दोस्तों के साथ समय बिताना पसंद है. അവൾക്ക് അവളുടെ ജെയിംസ് എന്നും കീര എന്നും പേരുള്ള അവൾക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവൾക്ക് ഇഷ്ടം, സമയം ചിലവഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. വേ സബ് ആപ്പസ് മേ മിൽക്കർ കൈ കാൽപ്പനിക് ഖേൽ ഖേലാ കർത്തെ ഹെ. ആ കുട്ടികളൊക്കെ ജെയിംസും ഏഞ്ചലയും കീരയും ഒന്നിച്ചിരുന്ന് കാൽപ്പനിക് എന്ന് വെച്ചാൽ ഇമാജിനറി, നമ്മളിങ്ങനെ ഇമാജിനറി കളികളൊക്കെ കളിക്കുമല്ലോ, വീട്ടിൽ ചോറും കറിയൊക്കെ വെച്ച് കളിക്കില്ല, അതുപോലെ ഇവരും ഇമാജിനറി കളികൾ കളിക്കും. उन्हें ऐसी कहानियों का पात्र बनने में मज़ा आता है जिनमें दूर दराज की दुनिया का जिक्र हो. അവർക്ക് ഇങ്ങനെ കഥകളൊക്കെ ഉണ്ടാക്കി അതിലെ ക്യാരക്ടേഴ്സ് ആവാൻ അവർക്ക് ഇഷ്ടമാണ്. ജിന്മേ ദൂർ ദരാജ് കി എന്ന് വെച്ചാൽ ദൂരദേശങ്ങളെക്കുറിച്ചൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ആ രാജ്യത്താണെങ്കിൽ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കളിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. एंजेला को हर उस कहानी से प्यार था जिसमें उसे ताजमहल, एफिल टावर या കൊളോസിയം की यात्रा पर जाना हो. അപ്പോൾ ഇവർ ഉണ്ടാക്കുന്ന ഈ ഇമാജിനറി കളികളിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ താജ്മഹലോ അല്ലെങ്കിൽ ഐഫിൽ ടവറോ അല്ലെങ്കിൽ കൊളോസിയമിലേക്കൊക്കെ യാത്ര പോകുന്നതായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏഞ്ചലയ്ക്ക്. उसे बिल्कुल अंदाज़ा नहीं था कि जल्द ही यात्राओं की उसकी ये कहानियाँ सच साबित होने वाली है. പക്ഷെ അവൾക്ക് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഇവളുടെ ഈ ഇങ്ങനെ ഇമാജിനറി കളികളൊക്കെ, ഇങ്ങനെ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ ഇമാജിനറി കളികളൊക്കെ കഹാനിയ സച്ച് സാബിത്ത് എന്ന് വെച്ചാൽ സത്യമായി തീരാൻ പോവുകയാണെന്ന് അവൾ വിചാരിച്ചതില്ല. അവൾ അവിടെ എവിടെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾക്കറിയില്ല കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾക്ക് ഈ യാത്ര ചെയ്യാനുള്ള ഈ ആഗ്രഹമൊക്കെ ഈ ഇമാജിനറി കളിയൊക്കെ റിയലായി മാറുമെന്ന് അവൾ വിചാരിക്കുന്നില്ല. ഏഞ്ചല की माँ അലക്സാൻഡ്ര एक ഡോക്യുമെൻ്ററി ഫിലിം നിർമ്മാത है. ഏഞ്ചലയുടെ അമ്മ അലക്സാൻഡ്ര ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറാണ്. उन्हें लंदन की ब्रिटिश अकेडमी से आसाम की नृत्य परंपरा पर एक डॉक्यूमेंट्री बनाने के लिए वित्तीय मदद दी गई थी. അലക്സാൻഡ്രിയയ്ക്ക് അവിടെ ബ്രിട്ടീഷ് അക്കാഡമിയിൽ അസമിലെ നൃത്യ പരമ്പര, അവിടുത്തെ ഡാൻസിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി, അതായത് ഒഡീസയിൽ ഇന്ത്യയിലെ അസാമിലെ ഡാൻസുകളെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ വേണ്ടി വിത്തീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ, അതായത് അവർക്ക് ഇതിനുള്ള പൈസ കിട്ടി, ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കാനുള്ള പൈസ കിട്ടി. पेचीदा बात यह थी कि उसके पास इस काम को पूरा करने के लिए सिर्फ एक महीने का वक्त था. അവർക്ക് പക്ഷേ ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ ആകെ 1 മാസത്തിൻ്റെ സമയം അവർക്ക് കിട്ടിയിട്ടുള്ളൂ. उन्होंने एंजेला के स्कूल से उसकी बसंत की छुट्टियों को 1 हफ्ते और बढ़ाने की अनुमति ले ली. ഏഞ്ചലയുടെ അമ്മ അലക്സാൻഡ്രിയ ഏഞ്ചലയുടെ സ്കൂളിൽ പോയി അവളുടെ ബസന്ത് കി ചുട്ടിയ, സ്പ്രിങ്ങിലെ വെക്കേഷൻ ഉണ്ടാവല്ലോ, വെക്കേഷന് 1 ആഴ്ച കൂടെ കൂട്ടാനുള്ള റിക്വസ്റ്റ് ചെയ്തു. അതിനുള്ള പെർമിഷൻ അവൾക്ക് കിട്ടി. ജിസ്സെ ഏഞ്ചല ഓർ ഉസ്കെ പിതാ ബ്രയൻ ബി ഉൻകെ സാത്ത് ജാ സക്കെ. അപ്പോൾ അങ്ങനെ 1 ആഴ്ച കൂടെ എക്സ്ട്രാ ലീവ് എടുത്തു കഴിഞ്ഞാൽ ഏഞ്ചലയുടെ അച്ഛനും അലക്സാൻഡ്രിയയുടെ ഹസ്ബൻഡായ ബ്രയനും അലക്സാൻഡ്രിയൻ്റെ കൂടെ ഇന്ത്യയിലോട്ട് വരാൻ സാധിക്കും. एंजेला बहुत जल्दबाजी में बनाई गई ये यात्रा की योजना से हैरान थी. പെട്ടെന്നാണ് ഈ പ്ലാൻ ഉണ്ടായത്. അമ്മയ്ക്ക് ആകെ 1 മാസമേ ഉള്ളൂ, അമ്മയ്ക്കിത് വേഗം ചെയ്യണം. അമ്മയാണെങ്കിൽ എൻ്റെ സ്കൂളിൽ പോയി ലീവും വാങ്ങിച്ചു. അപ്പോൾ ഏഞ്ചൽ ആകെ എന്താ പറയുക, ഞെട്ടിയിരിക്കുകയാണ്, അവളാകെ സർപ്രൈസ്ഡ് ആയിരിക്കുകയാണ് ഈ പ്ലാനൊക്കെ കണ്ടിട്ട്. पर उसकी माँ समय से यह काम पूरा कर सके इसीलिए वे सभी जल्दी से तैयार हो गए. അമ്മയ്ക്ക് ആകെ 1 മാസമേ ഉള്ളൂ, അതുകൊണ്ട് ആ 1 മാസത്തെ തന്നെ അമ്മ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി, അമ്മേനെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും വേഗം തന്നെ റെഡിയായി.
जब तक एंजेला कुछ समझ पाती तब तक वह लंदन से नई दिल्ली होते हुए गुवाहाटी की उड़ान पर थी. ഇതൊക്കെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഏഞ്ചൽ എന്താ ലണ്ടനിൽ നിന്ന് ഗുവാഹത്തിയിലൂടെയുള്ള ലണ്ടനിൽ നിന്ന് ദില്ലിയിലൂടെ ഗുവാഹത്തിയിലേക്ക് പോകാൻ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് പ്ലെയിനിൽ. यात्रा के दौरान माँ ने एंजला को असम की खूबसूरती के बारे में कुछ बातें बताई. യാത്രയുടെ ദൗറാൻ എന്ന് വെച്ചാൽ ഡ്യൂറിങ്. അപ്പോൾ യാത്രയുടെ സമയത്ത് ഏഞ്ചലയുടെ അമ്മ ഏഞ്ചലയോട് ആസാമിൻ്റെ ഖൂബ്സൂരത്തി എന്ന് വെച്ചാൽ സുന്ദരത ലൈക്ക് ആസാം എന്തോരം സുന്ദരമാണെന്നൊക്കെ അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ ആസാമിനെ കുറിച്ച് ഏഞ്ചലയോട് പറഞ്ഞു. അസം ഭാരത് കെ ഉത്തർ പൂർവി ക്ഷേത്രമേ ഹെ. അസം ഭാരതത്തിൻ്റെ ഉത്തർ പൂർവി എന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റ് റീജിയനിലാണുള്ളത്, നോർത്ത് ഈസ്റ്റ് റീജിയനിലാണുള്ളത്. जिसे अपने वन्य जीवन रेशम और चाय के बागानों के लिए जाना जाता है. അസം എന്തിനൊക്കെയാണ് ഫേമസ്? വന്യജീവൻ, അവിടുത്തെ കാടും അവിടുത്തെ ഫ്ലോറ ആൻഡ് ഫൗണ, അവിടുത്തെ കാടും അവിടുത്തെ മൃഗങ്ങളും. രേഷം വൈൽഡ് ലൈഫാണ് വന്യജീവൻ എന്ന് പറഞ്ഞാൽ. രേഷം ഓർ ചായ്, രേഷം എന്ന് പറഞ്ഞാൽ സിൽക്ക്, ഓർ ചായ് എന്ന് പറഞ്ഞാൽ ചായ. രേഷം ഓർ ചായക്ക് ബാഗാനോ, ബാഗാനം എന്ന് വെച്ചാൽ തേയിലത്തോട്ടം ഉണ്ടാവില്ലേ, തേയിലത്തോട്ടത്തിനൊക്കെ ഫേമസ് ആണ് അസം. इसके साथ असम में नृत्य की भी एक समृद्ध परंपरा है. അതുകൂടാതെ അതായത് വൈൽഡ് ലൈഫും സിൽക്കും ചായത്തോട്ടങ്ങളും മാത്രമല്ല, അതുകൂടാതെ അവിടെ ഡാൻസിൻ്റെ ഒരു നല്ലൊരു പരമ്പരയുണ്ട്, ഒരു ഹിസ്റ്ററി ഉണ്ട്. अलेक्जेंड्रा की डॉक्यूमेंट्री के केंद्र में असम की जनजीवन में नृत्य के महत्व का तलाशना था. അലക്സാണ്ട്രിയ ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി അസമിലെ ജനജീവൻ, ആൾക്കാർ ജീവിക്കുന്ന രീതിയും അവരുടെ നൃത്യം, ആ ഡാൻസ് അവർക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ചൊക്കെ അലക്സാണ്ട്രിയ റിസർച്ച് ചെയ്തിട്ടുണ്ട്. തലാശന എന്ന് വെച്ചാൽ റിസർച്ച്, ടു സെർച്ച്. वे जब यहाँ आ रहे थे तब अप्रैल का महीना चल रहा था. അവരിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഏപ്രിലായിരുന്നു. അസം में यह नए साल का वक्त है. അസമിൽ ഇത് ഒരു പുതിയ വർഷം, ന്യൂ ഇയറിൻ്റെ സമയമാണ്. बसंत के आने की खुशी में वे सभी एक त्यौहार मनाते हैं. വസന്തം വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ സന്തോഷത്തിൽ അവരൊരു ത്യോഹാർ എന്ന് വെച്ചാൽ ഫെസ്റ്റിവൽ അവർ മനാത്തെ എന്ന് വെച്ചാൽ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ സ്പ്രിങ് വരുന്നതിൻ്റെ സംബന്ധിച്ച് അവരൊരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ജിസെ ബിഹു കഹാ ജാത്ത ഹൈ, അതിനെയാണ് ബിഹു എന്ന് പറയുന്നത്. ഏഞ്ചല ഉസി രാത് ഇസെ ദേഖ്നെ ജാനെ വാലി തി. അന്ന് രാത്രി തന്നെ ഏഞ്ചല അത് കാണാൻ വേണ്ടി പോവുകയായിരുന്നു. गुवाहाटी के एक होटल में सामान्य होने के बाद वे उसी शाम पास के एक गाँव मलंग में गए. ഗുവാഹട്ടിയിൽ ഒരു ഹോട്ടലിൽ സാധനമൊക്കെ വെച്ച് സെറ്റിലായ ശേഷം അന്ന് വൈകുന്നേരം തന്നെ അടുത്തുള്ള മലംഗ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് അവർ പോയി. गाँव पहुंचने पर माँ ने एंजला को बताया कि बिहू एक कृषि आधारित त्योहार है. അവിടെ ഗ്രാമത്തിലെത്തിയപ്പോഴത്തേക്ക് ഏഞ്ചലയോട് അമ്മ അലക്സാണ്ട്രിയ പറഞ്ഞു, ബിഹു ഒരു കൃഷി സംബന്ധിത, അതായത് കേരളത്തിലെ ഓണമൊക്കെ പോലെ കൃഷിയോട് സംബന്ധിച്ചിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് ബിഹു എന്ന് പറഞ്ഞു കൊടുത്തു. भारत में जनसंख्या का एक बड़ा हिस्सा किसान का है. ഭാരതത്തിലെ നമ്മളുടെ പോപ്പുലേഷനിൽ ഒരു വലിയ ഭാഗം തന്നെ ഫാർമേഴ്സാണ്, കൃഷിയോട് സംബന്ധിച്ച് ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്. അസമിലെ ബിഹു साल में 3 बार मनाया जाता है. വർഷത്തിൽ 3 തവണ അവർ ബിഹു സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. सबसे पहले जब किसान बीज बोते हैं, फिर जब वे धान रोपते हैं और फिर तब जब खेतों में अनाज तैयार हो जाते हैं. വർഷത്തിൽ 3 തവണ ബിഹു ആഘോഷിക്കാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ പെഹലെ ജബ് കിസാൻ ബീജ് ബോത്തെ ഹെ, നമ്മളിങ്ങനെ വിത്ത് പാകുമ്പോൾ, പിന്നെ ജബ് വേ ധാൻ റോപ്തെ ഹെ, അതിൽ ചെറിയ ഇങ്ങനെ മുളച്ച് വരില്ല, എന്നിട്ട് ഈ ഗ്രെയിൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, പിന്നെ ജബ് ഖേത്തോമേ അനാജ് തയ്യാർ ഹോ ജാത്ത ഹെ, ഈ ചെടികളൊക്കെ
റൈപ്പാകുമ്പോഴത്തേക്കും, അത് എപ്പോഴാണ് വിളവെടുക്കേണ്ട സമയമാവില്ലേ ആ സമയത്ത്. അപ്പം ഇങ്ങനെ 3 തവണ അവർ ഒരു വർഷത്തിൽ ബിഹു ആഘോഷിക്കും. एंजेला कार से उतरी। वहाँ आसपास उत्सव जैसा माहौल देखकर वह हतप्रभ थी. ഏഞ്ചല കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോഴത്തേക്കും അവിടെ ഫുള്ള് ഫെസ്റ്റിവലാണല്ലോ, ആഘോഷം, എല്ലാവരും ഇങ്ങനെ ആഘോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന മാഹോൾ എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആംബിയൻസ് കണ്ടിട്ട് അവളും നല്ല അവൾക്കും അവളെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. ഫുള്ള് ആഘോഷമില്ല, നമ്മുടെ ചുറ്റും ആഘോഷം നടക്കുമ്പോൾ നമ്മൾക്കും ഒരു ഇത് തോന്നില്ലേ, നമ്മളും അതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഉള്ളിലൊരു സന്തോഷം വരില്ലേ. വഹാ ഏക് ബഡേ സെ ബർഗദ് കെ പേട് കെ നീച്ചെ മഞ്ച് ബനായ ഗയാ താ. അവിടെ ഒരു വലിയ ബർഗദിൻ്റെ, അതായത് ഒരു ബനിയൻ ട്രീ, ഒരു ആൽമരത്തിൻ്റെ താഴെ ഒരു മഞ്ച്, ഒരു സ്റ്റേജൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. വ ജഗ ലോഗോं से भरी हुई थी. അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. एंजेला ने एक पेड़ के नीचे एक साथ इतने लोगों को पहले कभी नहीं देखा था. അവളിങ്ങനെ ഒരു മരത്തിൻ്റെ കീഴിൽ ഇത്രയും ആൾക്കാരെ അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. वहाँ खुले आसमान के नीचे लोगों के बीच बैठकर उसे ऐसा लग रहा था जैसे वह आश्चर्यजनक रूप से किसी टाइम मशीन में आकर बैठ गई हो. അങ്ങനെ ആ മരത്തിൻ്റെ താഴെ ഒത്തിരി ആൾക്കാർക്കിടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവൾക്കൊരുമാതിരി ഏതോ ടൈം മെഷീനിൽ വന്നിരുന്നൊരു വേറൊരു സ്ഥലത്തോട്ട് എത്തിയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. യാ ക്യാ ഉസ് വക്ത് കിസി സപ്നയ്ക്ക് ദുനിയാമേത്തി, അതോ വല്ല സ്വപ്നലോകത്ത് എത്തിയതുപോലെയാണോ അവൾക്ക് തോന്നിയത്, സ്വപ്നലോകത്താണോ എത്തിയത് എന്ന് അവൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. वह मंत्रमुग्ध होकर वहाँ लड़के लड़कियों को वसंत ऋतु के आगमन पर नृत्य करते देख रही थी. അവളിങ്ങനെ മന്ത്രമുഗ്ധയായി ആകെ ഇതെല്ലാം കണ്ട് ആകെ ഹാപ്പി ആവും. അത് മന്ത്രമുഗ്ധ എന്ന് പറഞ്ഞാൽ സ്പെൽ ബൗണ്ടായിട്ട് കണ്ട് അവൾ ആകെ അത് ആ ഡാൻസും ആൾക്കാരും ആ ആഘോഷമൊക്കെ അവളിങ്ങനെ ഭയങ്കര അട്രാക്റ്റ് ചെയ്ത് ക്യാപ്റ്റീവ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവളങ്ങനെ അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഈ ഡാൻസ് ചെയ്യുന്ന കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മന്ത്രമുഗ്ധയായിട്ട്. एंजेला ने इस बात पर ध्यान दिया कि लड़कों ने वाद्य यंत्र ले रखा है और लड़कियों ने लाल और बादामी रंग की गहरी डिजाइन वाली खूबसूरत पोशाक पहन रखी है. അവളിങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഈ ഡാൻസ് കളിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കണ്ടിട്ട്. ലഡ്കോനെ വാദ്യയന്ത്ര, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് അവരുടെ കയ്യിൽ. അതുപോലെ തന്നെ പെൺകുട്ടികൾ ലടുക്കിയ ലാൽ ഓർ ബാദാമി, ലാൽ എന്ന് വെച്ചാൽ ചുവപ്പ്, ബാദാമി എന്ന് വെച്ചാൽ ബദാമിൻ്റെ കളറുള്ള ഒരു ക്രീം കളറൊക്കെയുള്ള ഒരു ഗഹരി ഡിസൈൻ വലിയ നല്ല ഡീപ്പ് ഡിസൈനുള്ളൊരു ഖൂബ്സൂരത് പോഷാക്ക്. ഖൂബ്സൂരത് എന്ന് വെച്ചാൽ സുന്ദരമായ, പോഷാക്ക് എന്ന് വെച്ചാൽ ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ ചിത്രം താഴെയുണ്ട്. വേ സബി കാഫി രംഗീൻ ഓർ മസ്ത് ലഗ് രഹേ थे. അവരൊക്കെ കാണാൻ അവർ ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ട്, അവരുടെ ഡ്രസ്സൊക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്, മസ്ത് നല്ല ഫൺ ജോയ്ഫുള്ളായിട്ട് അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും. उनका हिलता डुलता शरीर हाथ पैर की हलचल से समझ आ रहा था कि वे मौज मस्ती के नृत्य में खोए हुए. അവരിങ്ങനെ ദേഹം കുലുക്കുന്നതും, ഹിൽത്താ ഡുൽത്ത എന്ന് വെച്ചാൽ ഇങ്ങനെ ദേഹം ഇങ്ങനെ ശരീർ ഹിൽത്താ ഡുൽത്ത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങുക, ഇങ്ങനെ അവരിങ്ങനെ ഡാൻസ് കളിക്കുന്നതും കൈയും കാലും ഒക്കെ ഇങ്ങനെ അനക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അവരാകെ നല്ല ഹാപ്പിയായി നല്ല ജോയ്ഫുള്ളായി നൃത്യമേ ഖോയെ ഹുയത്തെ അവർ ആ ഡാൻസിലിങ്ങനെ മുഴുകി നിൽക്കുകയാണ് എന്ന്. ഉസ്കി ഇച്ഛ ഹുയി കി വേ ബി അപ്നെ ഘർ പർ ബസന്ത് കാ ആഗമൻ പർ ऐसा ही നൃത്യ കരകെ. ഏഞ്ചലയ്ക്കും തോന്നുക ഞാനും ഇങ്ങനെ വീട്ടിൽ സ്പ്രിങ് വരുമ്പോൾ ഡാൻസ് കളിക്കണം എന്ന്. അവളുടെ വീട്ടിൽ बिहू नृत्य और इसके उत्सव से अचंभित एंजेला और उसके परिवार ने इसके साथ साथ लजीज पकवान का पूरा आनंद किया. बिहू നൃത്യവും അവിടുത്തെ ഉത്സവമൊക്കെ കണ്ട് അച്ചംഭിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒബ്സസ്ഡായിട്ട്, അതായത് കണ്ട് വളരെ അവരാകെ ഞെട്ടിപ്പോയി. എന്ത് നല്ല ഭംഗിയുള്ള ഡാൻസാണ്. അച്ചംഭിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സഷൻ എന്നാണ് പറയുക. അത്രയും അവർ
അവരെ ആ ഡാൻസൊക്കെ ക്യാപ്റ്റീവ് ചെയ്തു, പിടിച്ചു വെച്ചു. ഉസ്കെ പരിവാറിനെ ഇസ്കെ സാത്ത്, അതായത് ഈ ഡാൻസ് കാണുകയും ഫെസ്റ്റിവൽ ആഘോഷിക്കുക മാത്രമല്ല, അവിടുത്തെ ലസീസ് പക്വൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും നല്ലോണം എൻജോയ് ചെയ്തു അവർ. जब वे वापस लौटे तब माँ ने एंजला से पूछा कि उसे ബീഹു कैसा लगा. തിരിച്ചു വന്നപ്പോൾ അമ്മ ചോദിച്ചു, നിനക്ക് ബീഹു എന്ത് തോന്നി ബീഹു കണ്ടിട്ട്? ഏഞ്ചലാക്കിയ മന്മേ കൈ തരക്കെ വിചാർ ചൽ രഹേ थे. അവളുടെ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. उसे अच्छा लगा कि इस उत्सव और नृत्य दोनों को ബീഹു कहा जाता है. അവൾക്ക് ഡാൻസിനെയും ഫെസ്റ്റിവലിനെയും ബീഹു എന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെട്ടു. उसने माँ से पूछा कि क्या संगीत और नृत्य सिर्फ त्योहारों पर ही होते हैं. അവൾ അമ്മയോട് ചോദിക്കുകയാണ്, ഈ പാട്ടും ഡാൻസും ഒക്കെ ഈ त्योहारों में ही होते हैं, ഫെസ്റ്റിവലിൻ്റെ സമയത്ത്, ഈ ആഘോഷങ്ങളുടെ സമയത്ത് മാത്രമാണോ ഉള്ളത്? माँ ने बताया, पूरी दुनिया की संस्कृतियों में लोग नृत्य और संगीत से अपनी भावनाओं को व्यक्त करते हैं. ഫുൾ വേൾഡിൽ, പൂരി ദുനിയ, ഈ ലോകം മൊത്തമായിട്ട് സംസ്കൃതിയുമേ, കൾച്ചറുകൾ, പല പല കൾച്ചറുകളിൽ ജനങ്ങൾ സംഗീതത്തിലൂടെ നൃത്യത്തിലൂടെയാണ് അവരുടെ ഭാവനകൾ, അവരുടെ ഫീലിങ്സ് വ്യക്ത് करते हैं, എക്സ്പ്രസ് ചെയ്യുന്നത്. ഖാസ് തौर से भारत में बहुतायत ऐसा होता है. പ്രത്യേകിച്ചും ഭാരതത്തിൽ കൂടുതലും ഇങ്ങനെയാണ് നടക്കാറ്. असम और बिहू नृत्य ग्रामीण जनजीवन के साथ साथ फसल लगाने से लेकर बसंत के आगमन तक से जुड़ा हुआ है. ബിഹു വെറും ഒരു അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവൽ മാത്രമല്ല, ഗ്രാമീണ ജനജീവൻ, ഗ്രാമത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിച്ചും, ഫസൽ ലഗാന വെച്ചാൽ കൃഷിയില്ലേ, നമ്മളുടെ കൃഷിയെ സംബന്ധിച്ചും ഒക്കെയുള്ള വസന്തത്തിൻ്റെ വരവിനെയും സൂചിപ്പിക്കുന്ന എല്ലാമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഡാൻസാണ്, ഒരു ഫെസ്റ്റിവലാണ്. एंजला की माँ अगले कुछ दिन डॉक्यूमेंट्री के तथ्य जुटाने और साक्षात्कार लेने में व्यस्त रही. एंजला ने काफ़ी सारी बातों पर दूर से ही गौर किया. പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി ഫോട്ടോ എടുക്കാനും ഇൻ്റർവ്യൂ എടുക്കുന്നതിലൊക്കെ ബിസി ആയിരുന്നു. വ്യസ്തരായിരുന്നു വെച്ചാൽ ബിസി ആയിരുന്നു. ഏഞ്ചല പല കാര്യങ്ങളും ദൂരത്ത് നിന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതിനെക്കുറിച്ച്. उसने महसूस किया कि लंदन के जीवन से यह सब कुछ कितना अलग है. അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി, ലണ്ടനിലെ ജീവിതത്തിനേക്കാൾ എന്ത് വ്യത്യസ്തമാണ് ഇവിടുത്തെ ജീവിത രീതി. उसे अपनी माँ पर गर्व हुआ. അവൾക്ക് അവളുടെ അമ്മേനെക്കുറിച്ച് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യാൻ തുടങ്ങി. वे एक वैज्ञानिक कहानीकार की तरह है जो अपनी फिल्मों के द्वारा बहुत सी चीज़ें एक साथ दिखाते हैं. അവളുടെ അമ്മ ഒരു വൈജ്ഞാനിക്, സയൻറ്റിസ്റ്റ്, കഹാനിക്കാർ എന്നുവെച്ചാൽ കഥ പറയുന്ന ആൾ പോലെയാണ്. ജോ അപ്നി അമ്മയുടെ ഫിലിമിലൂടെ കുറേ കാര്യങ്ങൾ, ബഹുത് സി ചീസ്, കുറേ കാര്യങ്ങൾ ഒറ്റ തവണ ആയിട്ട് കാണിക്കും. ഒരു ഫിലിമിൽ കുറേ കാര്യങ്ങൾ ഒരു തവണ നമുക്കെല്ലാം മനസ്സിലാക്കാനും കാണാൻ പറ്റുമല്ലോ. അതാണ് അവിടെ അഞ്ജല അമ്മേനെക്കുറിച്ച് പറയുന്നത്. അഗ്ലേ ദിൻ വേ ഉത്തരി അസം കി തരഫ് റവാന ഹുए. പിറ്റേ ദിവസം അവർ അസമിൻ്റെ നോർത്തിലേക്ക് യാത്രയായി. ജഹാ സബി സത്രോ അർത്ഥാത് മഠോ കി പീഠ് ഹെ. ഈ അസമിൻ്റെ നോർത്ത് അസമിലാണ് സത്ര, മഠക്കി പീഠ് വെച്ചാൽ അവിടെ ഒത്തിരി മഠങ്ങളുണ്ട്. वे सभी एक सत्र के पास रहने के लिए जाने वाले थे और सत्रीय नृत्य का फिल्मांकन करने वाले थे. അവരൊക്കെ അവിടെ ഒരു മഠത്തിൻ്റെ അടുത്ത് താമസിക്കാനും അവിടുത്തെ സത്രീയ നൃത്യം, ആ സത്രങ്ങളിൽ കളിക്കുന്ന ഡാൻസിനെ ഫിലിം ചെയ്യാനും വേണ്ടിയാണ് അവരങ്ങോട്ട് പോകുന്നത്. जब वे दक्षिण पथ सत्र पहुँचे तब वहाँ उनकी मुलाकात रीना सेन से हुई, जो असम की एक जानी मानी लेखिका है. അവരവിടെ ദക്ഷിണാപഥ് സത്ര അവിടെ എത്തിയപ്പോഴത്തേക്കും അവർ റീന സെൻ എന്ന ലേഖികയെ കണ്ടുമുട്ടി. അവർ ഇന്ത്യയിലെ ഒരു ഫേമസ് റൈറ്ററാണ് റീന സെൻ. ഉസ് ഹഫ്തെ ഉൻ ലോഗോं को റീന സെൻ के घर पर ही रुकना था. ആ ആഴ്ച അവർ റീന സെന്നിൻ്റെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. റീന ആൻറ്റിക്ക് एक बेटी थी അനു. റീന ആൻറ്റിക്ക് ഒരു മോളുണ്ട് അനു. അനു और एंजला ने तुरंत एक दूसरे की तरफ देखा.
ഇവർ കണ്ടുമുട്ടിയപ്പോഴത്തേക്കും ഏഞ്ചലയും അനുവും അവർ തമ്മിലിങ്ങനെ കാണുകയാണ്, നോക്കുകയാണ്. ഉൻ ദോനോ കി ഉമ്ര 10 സാൽ തീ. അവർ രണ്ടുപേർക്കും 10 വയസ്സായിരുന്നു. അവർ രണ്ടുപേരും സെയിം പ്രായക്കാരായിരുന്നു. ദോനോനെ അംഗ്രേസിമേ ബാത്ചീത് ശുരു കി. രണ്ടുപേരും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. അനുവിനെ ഏഞ്ചലാക്ക് കുച്ച് അസാമീയ ശബ്ദ ബി സിക്കായ. അനു ഏഞ്ചലയ്ക്ക് കുറച്ച് അസാം ഭാഷയിലുള്ള വാക്കുകളും പഠിപ്പിച്ചു കൊടുത്തു. ഏഞ്ചലാക്കോ അനുക്ക് ഖിലോനെ ബഹുത് അച്ഛ ലഗെ. ഏഞ്ചലയ്ക്ക് അനുവിൻ്റെ ഖിലോനെ എന്ന് വെച്ചാൽ കളിപ്പാട്ടങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ജോ തോടെ അലഗ് തരക്കെ ഹെ. കുറച്ച് വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങളാണ്. ഗുഡിയ ലക്കടി കെ ഖിലോനെ ഓർ നാരിയൽ കി ജട്ടാ സെ ബനെ ഘർ. ഗുഡിയ എന്ന് വെച്ചാൽ പാവ, ലക്കടി കെ ഖിലോനെ തടി വെച്ചുണ്ടാക്കിയ കളിപ്പാട്ടവും, നാരിയൽ കി ജട്ടാ സെ ബനെ ഘർ നമ്മളുടെ ഈ തേങ്ങയുടെ ചകിരിനാര് വെച്ചുണ്ടാക്കിയ വീട്. കിത്തനെ അനോഖെ ഖിലോനെ, എന്ത് വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങളാണ്. ഉസേ ലണ്ടൻ മേ ഏസെ ഖിലോനെ കബി നെയ് ദേഖേ. അവളിൽ ഏഞ്ചല ലണ്ടനിൽ ഇതുപോലത്തെ കളിപ്പാട്ടങ്ങൾ കണ്ടിട്ടേയില്ല. അനു കാ പസന്ദീദ ഖിലോന ലക്കടി കാ ബനാ തീർ കമാൻ താ. അനുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പസന്ദീദ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഖിലോന കളിപ്പാട്ടം ലക്കടി കാ ബനാ തീർ കമാൻ താ. തടി കൊണ്ടുണ്ടാക്കിയ തീർ എന്ന് വെച്ചാൽ അമ്പ്, ആരോ, പോവാൻ്റെ ആരോയും, കമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എയിം ഉണ്ടാവില്ല, ഇങ്ങനെ വട്ടം വട്ടമായിട്ട് നമ്മൾ ആരോ അതിലോട്ട് എറിയുന്ന. അപ്പോൾ അതായിരുന്നു അനുവിൻ്റെ ഫേവറേറ്റ് ഖിലൗന. ജിസെ ലേക്കർ ഉസേ രാം ബന്ന ബഹുത് അച്ഛാ ലഗ് രഹാ താ. അതുകൊണ്ട് അത് കേട്ടിട്ട് അവൾ രാമനായി കളിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുവിന്. ഏഞ്ചല ഉസ്കി വിരോധി ബനീതി. ഏഞ്ചല അവളുടെ എഗെയിൻസ്റ്റ് വില്ലനായി വന്നു. ശക്തിശാലി രാവൺ. അപ്പോൾ അനു ഈ അമ്പും വില്ലുമൊക്കെ എടുത്ത് രാമനാകുമ്പോഴത്തേക്ക് ഏഞ്ചല എന്താകും? വില്ലനായ അതിശക്തിശാലിയായ രാവണനാകും. വേ ഏക് സാത്ത് ഖേൽ രഹേ थे. ഉസ് കൂദ്ഫാത്ത് ഓർ ലഡായി കോയി അന്ത് നഹി താ. അവരൊന്നിച്ച് കളിക്കുകയായിരുന്നു. ഈ കൂദ്ഫാത്ത്, ഓട്ടം ചാട്ടത്തിനും അടിക്കൊന്നും ഒരു അന്ത്യമില്ലായിരുന്നു. അവരിങ്ങനെ കളിച്ച് എൻജോയ് ചെയ്യുമായിരുന്നു. एंजेला और अनु ने देखा कि अलेक्जेंड्रा ने वैष्णव मठ के सभाघर में नृत्य कर रहे युवा साधुओं का फिल्मांकन किया. ഏഞ്ചല അനു നോക്കുകയാണ് कि അലക്സാണ്ട്ര വൈഷ്ണവ മഠത്തിലെ സഭാഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ അവിടുത്തെ സത്രത്തിലെ യുവ സാധു എന്ന് പറഞ്ഞാൽ സേജ്, അവിടുത്തെ സ്വാമിമാർ. അപ്പോൾ യങ് ആയിട്ടുള്ള അവിടുത്തെ സ്വാമിമാർ അവിടെ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലക്സാണ്ട്ര. അത് ഏഞ്ചല അനു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏഞ്ചല ആശ്ചര്യ സെ സോച്ച് രഹി थी कि क्या सत्रिय नृत्य सिर्फ लड़के और पुरुष के लिए है. ഏഞ്ചല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ സത്രീയ ഡാൻസ് എന്ന് വെച്ചാൽ സത്രത്തിൽ കളിച്ചു വരുന്ന നൃത്തം, അത് ആൺകുട്ടികൾക്കും ആണുങ്ങൾക്കും മാത്രമുള്ളതാണോ? एंजेला और अनु सोच रहे थे कि काश वे भी इन युवाओं साधुओं की तरह गा सकते, नृत्य कर सकते और छद्म युद्ध लड़ सकते. ഏഞ്ചല അനു ഇങ്ങനെ ചിന്തിക്കുകയാണ്. പക്ഷേ അവർക്കും ഈ യുവ സാധു, ഈ യങ് സേജസിനെ പോലെ, ഈ യങ് ആയിട്ടുള്ള ഈ സ്വാമിമാരെ പോലെ നല്ലോണം പാടാൻ സാധിച്ചിരുന്നെങ്കിൽ, ഡാൻസ് കളിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുകയാണ്. ഛദം യുദ്ധം എന്ന് വെച്ചാൽ സ്റ്റെപ്പ്, ഇതുപോലെ ഡാൻസ് വെച്ച് ഛദം യുദ്ധം ലഡ് സക്തെ, ബാറ്റിൽ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. माँ ने एंजेला को बताया कि 20वीं शताब्दी के मध्य में कुछ साधु मठों से बाहर आकर पुरुषों और महिलाओं को सत्रिय नृत्य सिखाने लगे. അമ്മ ഏഞ്ചലോട് പറയുകയാണ്, 20वीं ശതാബ്ദി, 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൻ്റെ നടുക്ക് കുച്ച് സാധു മഠോ സെ ബാഹർ, കുറച്ച് സ്വാമിമാർ, കുറച്ച് സേജസ് മഠോ സെ ബാഹർ ആക്കർ, മഠത്തിൽ നിന്ന് പുറത്ത് വന്ന് പുരുഷോ ഓർ മഹിളാവും, ആണുങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ സത്രിയ നൃത്യം സിഖാനിലേക്ക്, സത്രിയ നൃത്യം പഠിപ്പിക്കാൻ തുടങ്ങി. शुरू में ऐसा साधुओं को मठ से निकाला दिया गया. തുടക്കത്തിൽ ഇങ്ങനെ ഡാൻസൊക്കെ പഠിപ്പിക്കുന്ന സാധുക്കളെ
സ്വാമിമാരെയൊക്കെ മഠത്തിൽ നിന്ന് പുറത്താക്കി. लेकिन आधुनिक दौर में महिला सत्रिय कलाकारों के लिए मंच पर नृत्य करना आम बात हो गई है. പക്ഷേ ഇപ്പോൾ ഈ ആധുനിക കാലത്ത് അങ്ങനെ മഹിളാ സത്രത്തിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനത്തെ കലാകാരന്മാർക്ക് പുറത്ത് സ്റ്റേജിലൊക്കെ പോയി ഡാൻസ് കളിക്കുന്നതൊക്കെ ഇപ്പം നോർമലായി. ആം ബാത്ത് എന്ന് വെച്ചാൽ നോർമലായ കാര്യമായി. उस रात माँ महिला सत्रिय नृत्यांगनाओं का ഫിൽമാങ്കൻ കന്നെ വലിത്തി. അന്ന് രാത്രി, ഇതിപ്പോൾ രാവിലെയാണ് അവർ ഓഡിറ്റോറിയത്തിൽ ഡാൻസൊക്കെ ഫിലിം ചെയ്യാൻ പോയത്. രാത്രി അവർ മഹിളാ സത്രിയ, അതായത് സത്രത്തിൽ താമസിക്കുന്ന സ്ത്രീകളുടെ ഡാൻസ് ഫിലിം ചെയ്യാൻ വേണ്ടി രാത്രി അവർ പോവുകയാണ്. ഏഞ്ചല ബഹുത് ഉത്സാഹിത്തി, അവൾ ഭയങ്കര ഉത്സാഹവതിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. उसे रीना आंटी से आग्रह किया कि वे अनु को भी सत्रीय नृत्य में महिला नृत्य को देखने के लिए साथ आने दे. അവൾ റീന ആൻറ്റിയോട് ചോദിക്കുക, ആൻറ്റി അനുവിനെ എൻ്റെ കൂടെ മഹിളാ നൃത്യം സ്ത്രീകളുടെ ഡാൻസ് കാണാൻ വേണ്ടി എൻ്റെ കൂടെ അവളെയും വിടുമോ എന്ന് അവൾ ചോദിക്കുക. ആൻറ്റീനെ സ്വീകൃതി ദേതി, ആൻറ്റി പെർമിഷൻ കൊടുത്തു. ഉസ് രാത് അനു ഓർ ഏഞ്ചല സത്രീയ നൃത്യം ദേഖ്നെ ഗയെ. അന്ന് രാത്രി ഏഞ്ചലെ അനു സത്രീയ നൃത്യം കാണാൻ വേണ്ടി പോയി. जिसमें भगवान विष्णु के 2 द्वारपाल जय विजय की कहानी थी. സത്രിയ ആ ഡാൻസിനൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു തീമുണ്ട്. അതിൻ്റെ തീം എന്തായിരുന്നു വെച്ചാൽ വിഷ്ണു കെ 2 ദ്വാരപാൽ, വിഷ്ണുദേവൻ്റെ 2 ദ്വാരപാലന്മാരായ ജയ് വിജയ്, ജയൻ്റെയും വിജയൻ്റെയും കഥയായിരുന്നു ഒന്ന്. पर्दा उठा और एंजला ने देखा कि सफ़ेद पगड़ीनुमा टोपी में 2 महिलाएं नृत्य और नाटक की शैली में കമാൽ കാ അഭിനയ കർ രഹി ഹെ. പർദ ഉട്ട, കർട്ടൻ ഉയർത്തിയപ്പോഴത്തേക്ക് ഏഞ്ചല കണ്ടു. സഫേദ് പഗടിനുമ, നല്ല വെളുത്ത പഗടി പോലത്തെ, തല കെട്ടുന്ന ഇങ്ങനെ പഗടി പോലത്തെ ടോപ്പിയൊക്കെ ഇട്ട് 2 സ്ത്രീകൾ നാടകത്തിൻ്റെ ശൈലിയിൽ നല്ലോണം അഭിനയിക്കാൻ തുടങ്ങി. ഡാൻസും നാടകവും മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ സത്രീയ നൃത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ എന്തായിരുന്നു? വിഷ്ണു ഭഗവാന്റെ ദ്വാരപാലന്മാരായ ജയ വിജയുടെ കഥയായിരുന്നു അവരിന്ന് ഡാൻസിലൂടെ നാടകത്തിലൂടെ കാണിക്കുന്നത്, അതായത് സത്രീയ നൃത്തത്തിലൂടെ അവർ കാണിക്കുന്നത്. ജैसे जैसे कहानी आगे बढ़ी उन दोनों ने देखा कि किस तरह जय और विजय ने कई बड़े ऋषियों को भगवान विष्णु से मिलने नहीं दिया, क्योंकि वह उस वक्त भगवान विष्णु सो रहे थे. കഥ ഇങ്ങനെ മുമ്പിലോട്ട് പോകുമ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് कि कहानी में, കഥയിൽ ജയ് ഓർ വിജയ്, ജയും വിജയും വലിയ പല ഋഷികളെയും ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിനെ കാണാൻ അനുവദിച്ചില്ല. എന്തുകൊണ്ട്? ആ സമയത്ത് ഭഗവാൻ വിഷ്ണു ഉറങ്ങുകയായിരുന്നു. വേ ഋഷി നാരാസ് ഹോകെ, അതിലൊരു ഒരു മഹാനായ ഋഷി ദേഷ്യപ്പെട്ടു. उन्होंने जय विजय को असुर बनने का श्राप दे दिया. സ്വാമിക്ക് അവിടെ വന്ന ഋഷിക്ക് ദേഷ്യമായിട്ട് ജയം വിജയ് അസുരന്മാരായി മാറട്ടെ എന്നുള്ള ശാപം കൊടുത്തു. श्राप എന്ന് വെച്ചാൽ ശാപം കൊടുത്തു. ഭഗവാൻ विष्णु की नींद जब टूटी तब उन्होंने अपने द्वारपाल को बचाने के लिए आना पड़ा. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഉറക്കം എണീറ്റപ്പോൾ, നീൻ ജബ് ടൂട്ടി എന്ന് വെച്ചാൽ ഉറക്കം ഉണർന്നപ്പോൾ, അദ്ദേഹം ഉറക്കം കെട്ട് എണീറ്റപ്പോഴത്തേക്കും तब उन्हें अपने द्वारपालों को बचाने के लिए आना पड़ा. അദ്ദേഹത്തിൻ്റെ ദ്വാരപാലന്മാരെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് വരേണ്ടി വന്നു. उन्होंने वचन दिया किया कि वे जय और विजय को मार कर उन्हें श्राप से बचा लोगे. അദ്ദേഹം ദ്വാരപാലന്മാർക്ക് വാക്ക് കൊടുത്തു, ഞാൻ നിങ്ങളെ കൊന്നിട്ട് ഈ ശാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നു. बाद में जय और विजय दोबारा भगवान विष्णु के द्वारपाल बने. പിന്നീട് അവർ ജയം വിജയം മരിച്ച് ഭഗവാൻ വിഷ്ണുവിൻ്റെ ദ്വാരപാലന്മാരായി പിന്നെ മാറി. ഏഞ്ചലക്കോ ഈ കഹാനി നാടകീയ ഓർ ദിൽചസ്പ് ലഗി. ഏഞ്ചലക്ക് കഥ നല്ലോണം ഇഷ്ടപ്പെട്ടു. ദിൽചസ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. सत्रीय महिला नृत्यांगनाओं ने जिस प्रकार की शक्ति, बल और आकर्षण प्रदर्शित किया वह अद्भुत था. एंजेला को लगा कि उन महिला कलाकारों की प्रस्तुत सत्रीय नृत्य करने वाले पुरुष कलाकारों से भी बेहतर थे. ഏഞ്ചലയ്ക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടപ്പെട്ടല്ലോ ഈ മഹിളാ നൃത്യം. അവൾക്ക് തോന്നി ഈ മഹിളാ നൃത്യാംഗന, ഈ
സ്ത്രീകളായ നർത്തകികൾ ജിസ് പ്രകാർ കി ശക്തി, അവരുടെ ശക്തിയും ബലവും ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഇത് എങ്ങനെ പ്രദർശിപ്പിക്കുകയെന്ന് വെച്ചാൽ പ്രസൻറ്റ് ചെയ്തോ ഭയങ്കര അത്ഭുതമായിരുന്നു. അവൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു. രാവിലെ കണ്ടിരുന്ന എന്താ പറയുക, ആണുങ്ങളുടെ ഡാൻസിനേക്കാളും കൂടുതൽ അവൾക്കിത് നല്ലതാണെന്ന് തോന്നി. ബെഹത്ത് എന്ന് വെച്ചാൽ ബെറ്റർ, നല്ലതാണെന്ന് അവൾക്ക് തോന്നി. इसके बाद के दिनों में अनु और एंजेला के ख्यालों में बस സത്രിയ നൃത്യ ഹി ഘൂം രഹേ थे. ഈ ഡാൻസ് കണ്ടതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അനുവിൻ്റെയും ഏഞ്ചലയുടെ മനസ്സിൽ ഈ ഡാൻസ് തന്നെയായിരുന്നു. उन दोनों ने स्वर्ग के द्वारपाल जय विजय की तरह हथियार और तलवार चलाते हुए नृत्य किया. അവളുടെ മനസ്സിൽ ഈ ഡാൻസ് ഉണ്ടല്ലോ അവരുടെ രണ്ടുപേരുടെ. അവരെന്ത് ചെയ്ത് അവർ വീട്ടിൽ ചെന്നിട്ട് വാളൊക്കെ എടുത്തിട്ട് ജയ് വിജയാണെന്നും പറഞ്ഞിട്ട് ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. अलेक्जेंड्रा बच्चों की इस उत्सुकता समझ गई और वे उन्हें सत्रीय कलाकारों के होने वाले साक्षात्कार में साथ लेकर गई. അലക്സാണ്ട്രിയയ്ക്ക്, ആഞ്ചലയുടെ അമ്മയ്ക്ക് ഈ കുട്ടികളുടെ ഇതിലുള്ള ഈ ഡാൻസിലുള്ള ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഉത്സുകത എന്ന് വെച്ചാൽ ഈഗർനെസ്, എക്സൈറ്റ്മെൻറ്റും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഏഞ്ചലയുടെ അമ്മ അലക്സാണ്ട്രിയ എന്ത് ചെയ്തു, പിന്നീട് ഈ കലാകാരന്മാരുടെ സാക്ഷാത്കാർ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇവരെയും കൂടെ കൂട്ടി. ഏഞ്ചല ഒരു അനുഭവം ഖുഷ് തി, അവർക്ക് രണ്ടുപേർക്ക് ഭയങ്കര സന്തോഷമായി. ഉൻ നൃത്യാംഗനാവും കെ നാം പ്രിയ ഓർ റീത തെ. അന്ന് ഡാൻസ് കളിച്ചവരുടെ ഇൻ്റർവ്യൂ എടുക്കാനാണ് പോകുന്നത്. ആ നർത്തകിമാരുടെ പേരായിരുന്നു പ്രിയ എന്നും റീത എന്നും വരുന്ന ആ രണ്ട് ഡാൻസേഴ്സിൻ്റെ പേര്. വേ ലഡ്കിയോं को सत्रिय और बिहू की कुछ खूबसूरत मुद्राएं और बारीकियाँ सिखा रही थी. അവർ ആ ഡാൻസേഴ്സ് ബീഹു ഡാൻസിൽ കുറച്ച് സുന്ദരമായ മുദ്രകളും കുറച്ച് ബാരിക്കാന്ന് വെച്ചാൽ ഇൻട്രിക്ക് ഡീറ്റെയിൽസും സ്റ്റെപ്സും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പം ആ ഏഞ്ചലയ്ക്കും റീനയ്ക്കും, അനുവിനും, റീനയുടെ മകളായ അനുവിനും. ഏഞ്ചല അത്യധിക പ്രസന്നത, ഏഞ്ചലയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടിട്ട്. വാപ്പസ് लौटने के बाद भी वह चलने खाना खाने और यहाँ तक कि खेलने के दौरान भी नृत्य करती रही. തിരിച്ച് അവൾ ലണ്ടനിൽ വീട്ടിലെത്തിയ ശേഷം അവൾ ഫുഡ് കഴിക്കുമ്പോഴും നടക്കുമ്പോഴും കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടേയിരുന്നു. വാപ്പസ് ലണ്ടൻ जाने के बाद वह उन सभी रिकॉर्डिंग्स को देखती रही जो उसकी माँ ने रिकॉर्ड की थी. തിരിച്ച് വീട്ടിൽ ലണ്ടനിലെത്തിയ ശേഷം അവൾ അമ്മ റെക്കോർഡ് ചെയ്ത റെക്കോർഡിങ്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. पूरे उत्साह के साथ वह असम की समृद्ध नृत्य परंपरा को याद करती रही. ഭയങ്കര ഉത്സാഹത്തോടെ അവൾ അന്ന് അവിടെ പോയി കണ്ട് അവളുടെ എക്സ്പീരിയൻസൊക്കെ അവളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് അവളുടെ ഡാൻസിൻ്റെ കുറിച്ചൊക്കെ. രംഗ് ബിരംഗെ സത്രിയ ഓർ ആനന്ദിത് കർണേ വാലെ ബിഹു. നല്ല കളർഫുള്ളായ സത്രിയ ഡാൻസും ഭയങ്കര ആനന്ദദായകമായ ബിഹു. അവിടെ ഫെസ്റ്റിവലിൻ്റെ ഡാൻസിനെയും കൂടിയാണ് പറയുന്നത്. माँ उसकी गहरी रुचि को समझ गई और उन्होंने पापा के साथ मिलकर एंजेला के लिए असमी नृत्य पर एक शानदार योजना तैयार की. അമ്മയ്ക്ക് ഏഞ്ചലയുടെ ഈ ഇൻട്രസ്റ്റ്, ഈ ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ എന്ത് ചെയ്തു, അമ്മ അച്ഛൻ്റെ കൂടെ, ഏഞ്ചലയുടെ അച്ഛൻ്റെ കൂടെ ഒരു ഏഞ്ചലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി, ഒരു പ്രോഗ്രാം നടത്താൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി അമ്മയും അച്ഛനും. एंजेला ने लंदन में अपनी कक्षा में स्वयं किए गए नृत्य की वीडियो रिकॉर्डिंग के साथ उसका प्रदर्शन किया. ലണ്ടനിൽ അവളുടെ ക്ലാസ്സിൽ, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ അവൾ ഈ ഡാൻസ് കളിച്ചതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ പ്രദർശിപ്പിച്ചു. അവൾ ഡാൻസ് കളിച്ചും കാണിച്ചു. ഉസ്കെ സഹപാഠിയോ ഓർ ശിക്ഷകോങ്കോ യഹ് ബഹുത് പസന്തായ. അവളുടെ സഹപാഠികൾക്ക്, അവളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനും ടീച്ചേഴ്സിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമായി. एंजेला इस बात से बहुत रोमांचित थे कि वह आसाम की खूबसूरत नृत्य की झलक उन सभी को दिखा पाई. അവൾക്കും ഭയങ്കര ഹാപ്പിയായി, അവളും ഭയങ്കര എക്സൈറ്റഡായി. എന്തുകൊണ്ട്, അവൾക്കും ആസാമിലെ ആ സുന്ദരമായ നൃത്യക്ക് ഝലക് എന്ന് പറഞ്ഞാൽ ഗ്ലിംസ്, അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവർക്കും കാണിക്കാൻ സാധിച്ചല്ലോ. എൻ്റെ ചെറിയൊരു ഗ്ലിംസ് ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം ഇവർക്കാർക്കും കാണാൻ സാധിച്ചില്ല. ഇവളാണല്ലോ അത് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ അവൾക്കത് കാണിക്കാൻ സാധിച്ചില്ല. അവൾക്ക് ഭയങ്കര സന്തോഷമായി.
പക്ഷേ ബഹുത് അച്ഛാ ലഗ് രഹാ താ. അവൾക്ക് നല്ല എന്താ ഹാപ്പി ആയിട്ടുള്ള ഫീൽ ചെയ്യുമായിരുന്നു. माँ को भी हर बार ऐसा ही अच्छा लगता होगा जब वे कोई ഫിലിം बनाती होगी. അമ്മയ്ക്ക് ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ ഫിലിം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും തോന്നുകയല്ലേ എന്ന് അവൾക്ക് തോന്നുകയാണ്. अब एंजेला के पास अपने लिए असम के नृत्य बिहू और सत्रिय के साथ अपना खुद का मनोरंजन था. അവളിപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് ഡാൻസ് കൾച്ചർ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവൾക്കും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അവൾക്കും ഇപ്പോൾ എന്താ അസമിലെ നൃത്യമായ ബിഹുവും സത്രിയൻ ഈ ഡാൻസും ഒക്കെ ആയിട്ട് അവൾക്കും അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഇതായിരുന്നു ജയ മെഹ്ത എഴുതിയ സത്രിയ ഓർ ബിഹു നൃത്യം എന്ന് പറഞ്ഞ ചാപ്റ്റർ. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.